മുഖമില്ലാത്ത എഴുത്തുകാരുണ്ടാക്കി വിട്ടിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതിലുള്ള വിവരമില്ലായ്മ മുഴുവൻ വ്യാഖ്യാനിച്ച് ജീവിക്കുന്ന കുറേ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ വായിൽ നിന്ന് വീഴുന്ന വിവരക്കേടുകളെയൊക്കെ ന്യായീകരിച്ച് മെഴുകി നടക്കുന്ന യാതൊരു വീക്ഷണങ്ങളുമില്ലാത്ത വെളിവുകേട് മാത്രം പറയുന്ന കുറേ മുന്നണി പോരാളികളുമുണ്ട്. ഇവരോടൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ എന്താണ് സംഭവിക്കുക? ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കൂട്ടർക്കും അല്ലെങ്കിൽ ഒന്നിലധികം കൂട്ടരുണ്ടാവും. അവർ ഒരുമിച്ചിരുന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുണ്ടാകുന്ന രീതിയിൽ പുരോഗമനപരമായ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ, അതും ഏതോ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ചിന്തകളും തീരുമാനങ്ങളും അവരുടെ കൺസേൺസും ഒക്കെ വളരെ റിജിഡാണ്. അതിനൊരു മാറ്റവും വരുത്താൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപകാരവും ചർച്ചകൾ കൊണ്ടുണ്ടാവുന്നില്ല. നമുക്ക് സുംബയെക്കുറിച്ചും കേരളത്തിലെ സ്കൂളുകളെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഒരു മുസ്ലിം സ്ത്രീ വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കേ. അവരുടെ കണ്ണുകൾ എങ്ങനെയായിരിക്കും? അവരുടെ മൂക്ക് എങ്ങനെയായിരിക്കും? അവരുടെ കൈകളിൽ ഉണ്ടാകുന്ന എന്തൊക്കെയായിരിക്കും? അവരിടുന്ന വസ്ത്രം എന്തായിരിക്കും എന്നൊക്കെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒന്നും തന്നെ തെളിയുന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാനിലെ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ശരീരം മുഴുവൻ മൂടി പുതച്ച ഒരു പർദ്ദ ധരിച്ചു വരുന്നൊരു രൂപം മാത്രമാണ്. അതിനകത്തുള്ളതൊരു സ്ത്രീയാണെന്ന് പോലും ആ വേഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അതല്ല അഫ്ഗാൻ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി. 1919 ലണ്ടനിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയതിൻ്റെ തൊട്ടടുത്ത വർഷം സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തിട്ടുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 1921 സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യ സ്കൂൾ അഫ്ഗാനിസ്ഥാനിൽ ആരംഭിച്ചു. അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന അമാനുള്ള ഖാനാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. 60കളിലുടനീളം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. 1950 ഇപ്പോൾ കേരളം രൂപീകൃതമാവുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാൻ പർദ്ദയെ തള്ളി പറഞ്ഞു. സ്ത്രീകൾക്കൊരു പബ്ലിക് ലൈഫ് കൊടുത്തു. പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫ്രീഡം അനുവദിക്കപ്പെട്ടു. ഈ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് കാണരുത്. ഒരു വ്യക്തിക്ക് കൂടുതൽ ആളുകളുമായി ഇടപഴകാനും സ്വന്തം ആശയങ്ങൾ അങ്ങോട്ടും അവിടെ നിന്നുള്ള ആശയങ്ങൾ ഇങ്ങോട്ടും സ്വീകരിക്കാൻ പറ്റുമ്പോൾ, ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ, അവർക്ക് സാമൂഹികമായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട് കിട്ടുമ്പോൾ അവർ ഒരുപാട് ആളുകളുമായി അടുത്തിടപഴകും. അവർക്ക് ചുറ്റുമുള്ള സ്ത്രീകൾക്കും ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ, ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതൊരു സമൂഹത്തെ മുഴുവൻ ഉന്നതിയിലേക്ക് നയിക്കുന്ന രീതിയിലാണ്. 1964 അവിടെ പുതിയ ഭരണഘടന നിലവിൽ വന്നു. അതും സ്ത്രീകളുടെ അവകാശത്തിന് മുൻഗണന നൽകിക്കൊണ്ട്. പക്ഷേ 92 മുജാഹിദീൻ ഗ്രൂപ്പുകൾ അവിടുത്തെ ഭരണം പിടിച്ചടക്കുകയുണ്ടായി. അതുകൊണ്ട് ഏറ്റവും അധികം തിരിച്ചടികൾ നേരിട്ടത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ജോലി ചെയ്യാനും വിദ്യാഭ്യാസം നേടാനുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ അവിടെ വെച്ച് ഇല്ലാതാക്കപ്പെട്ടു. ബുർഖ തിരിച്ചു വരുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല, സ്ത്രീകൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്കൊപ്പം ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം. 96 താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുന്നു. അതിശക്തമായ ഇസ്ലാമിക് നിയമങ്ങൾ അവിടെ പ്രാബല്യത്തിൽ വരുന്നു. സ്വാഭാവികമായും സ്ത്രീകൾ ജോലിക്ക് പോകരുത്, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല, പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല എന്നീ നിയമങ്ങൾ വന്നു. പക്ഷേ 2001 താലിബാന്റെ തകർച്ചയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ കൊടുക്കത്തക്ക രീതിയിലുള്ള പുതിയ ഭരണഘടന അവിടെ നിലവിൽ വരുന്നുണ്ട്. 2005 സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ 2021 താലിബാൻ വീണ്ടും ഭരണത്തിലേക്കെത്തി. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? താലിബാൻ്റെ ഈ കടുത്ത ഇസ്ലാമിക് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയുണ്ട്. വിദ്യാഭ്യാസം നേടാൻ, ജോലി സ്വന്തമാക്കാൻ, സാമൂഹികമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള എല്ലാ വഴികളും ക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ സ്കൂളുകളിലേക്ക് വരാം. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി, ലിംഗനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നു. ആരാണ് അതിനെതിരെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അത്തരമൊരു യൂണിഫോം നിലവിൽ വരുന്നത്, ആ ഡ്രസ്സ് ഇടാൻ താല്പര്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്കത് മാറ്റി ചിന്തിക്കാം. പക്ഷേ ഇത് മതങ്ങളോട് ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി ആ സമയത്ത്. സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളുകളിൽ പോൺ വീഡിയോസ് കാണിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതും ഏതാണ്ട് ഇതേ ആളുകൾ തന്നെയാണ്. കടുത്ത ഹോമോഫോബിക് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് ഇത്തവണ സൂംബ ഡാൻസിനെ കുറിച്ച് കേട്ടപ്പോൾ മുന്നിട്ടിറങ്ങിയത്. നമുക്ക് ഈ സൂംബ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കി എന്ന് പറയുന്ന ആ സർക്കുലർ ഒന്ന് വായിച്ചു നോക്കാം. ലോക ലഹരി വിരുദ്ധ ദിനമായ 26-ാം തീയതി സംസ്ഥാന തലത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപജില്ലകളിൽ നിന്നും ഓരോ കായിക അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്.
അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുമ്പോൾ സുംബയാണ് പഠിക്കുന്നത്, സുംബ പഠിച്ചിട്ട് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ എന്തായാലും അധ്യാപകരും അതുവഴി അധ്യാപക സംഘടനകളും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. പ്രസ്തുത പരിശീലനം ലഭിച്ച കായിക അധ്യാപകർ അവരവരുടെ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഓരോ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ടതും ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ കുട്ടികൾക്ക് സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ 23 മുതൽ 25 വരെയുള്ള 3 ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടതും 2025 ജൂൺ 26 സംസ്ഥാന തലത്തിൽ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തി സൂംബ, ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുമാണ്. പരിശീലന പ്രവർത്തനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോ കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രസ്തുത പ്രവർത്തനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സർക്കുലറിൽ എവിടെയും സൂംബ എന്ന് പറയുന്നത് ഒരു വിദേശ കായിക പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അല്പവസ്ത്രധാരികളായി വരണം എന്നും ഡാൻസ് കളിക്കുമ്പോൾ എന്തൊക്കെ കുലുങ്ങുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാരെ മുഴുവൻ കാണിക്കണമെന്നും അത് കണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടകലരാനുള്ള പ്രത്യേകതരം താല്പര്യം തോന്നുന്നുണ്ട് എന്ന് അധ്യാപകർ ഉറപ്പാക്കണമെന്നും പറഞ്ഞിട്ടേയില്ല. പക്ഷേ ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിനുശേഷം ഒരുപാട് മതസംഘടനകൾ ഇറങ്ങി വന്നു. പക്ഷേ അവർ പറയുന്നത് ഇത് എല്ലാവരുടെയും പ്രശ്നമാണെന്നാണ്. പക്ഷേ ആദ്യം വന്നത് ഒരു മതവിഭാഗത്തിൻ്റെ കൂട്ടരാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വാലെ പിടിച്ചു വേറെയും ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ലഹരിക്കെതിരെ നിർബന്ധമായി സ്കൂളുകളിൽ സുംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ വിട്ടുനിൽക്കുന്നു. എൻ്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. അദ്ദേഹത്തിന് സൂംബ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന മറ്റെന്തോ ഇമേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല. ഇവിടെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ആണും പെണ്ണും ഇടകലരുന്നു. 2 അല്പവസ്ത്രം ഉണ്ടാകുന്നു. 3 മ്യൂസിക്കുണ്ട്, മ്യൂസിക്കിൻ്റെ താളത്തിൽ. പിന്നെ തുള്ളുക എന്നുള്ള പ്രയോഗമാണ് അവരവിടെ നടത്തിയിട്ടുള്ളത്. സോ ഡാൻസ്, പാട്ട്, നൃത്തം, ആൺ പെൺ കൂടിക്കലരൽ, വസ്ത്രധാരണം, ഈ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായൊരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ആദ്യം മുതൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി പോസ്റ്റിലേക്ക് പോകാം. ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്. സ്വാഭാവികമായും ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ട്. പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വിശദീകരണം നൽകേണ്ടി വരുമെന്നും നടപടി വരുമെന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും അത് അധ്യാപക സംഘടനകൾ ഇടപെടേണ്ടത് തന്നെയാണ്. അല്ലാതെ ഒരു മതവിഭാഗത്തിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു സംഘടന മാത്രം ഓടി നടന്ന എല്ലാ പ്രസ് മീറ്റിലും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്ന അതാണ്. അതും ഇവർക്കൊക്കെ പറയാനുള്ളതും ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എവിടെയും സുംബ അഭ്യസിക്കുന്നതിൻ്റെ ഭാഗമായി ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ മാനസികമായി അവർക്ക് കുട്ടികൾക്ക് എന്ത് ഗുണമാണ് ദോഷമാണ് ഉണ്ടാകുന്നതെന്നുള്ള ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് സർക്കാർ എടുക്കുന്ന നടപടിയെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് പരസ്യമായി ഈ നിലപാട് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഭയപ്പെടുത്തൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾക്ക് നാം തലവെച്ച് കൊടുക്കേണ്ടി വരും. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് ഒരിക്കൽ കൂടി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. സൂംബ ഡാൻസ് സ്കൂളിലെത്തുമ്പോൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: പുതിയ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾ സൂംബ ഡാൻസ് വാർത്ത കണ്ടു. എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 3 മിനിറ്റ് നേരവും ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ പിരിമുറുക്കം ഇല്ലാതാവാൻ ഇടവേളകളിലുമാണ് ഡാൻസ് ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നു. കൗമാരക്കാർ ലഹരിക്ക് അടിമപ്പെടുന്നതിന് മാനസിക സമ്മർദ്ദം കാരണമാകുന്നെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് ഇത് നിർദ്ദേശിച്ചതത്രേ. വെക്കേഷനിൽ അധ്യാപകർക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധികം ആലോചിക്കാതെ നൽകിയ ഒരു നിർദ്ദേശമാണിതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം അനിവാര്യമാണെന്ന് തോന്നുന്നു. 2 കാര്യങ്ങൾ പ്രാഥമികമായി നാം മനസ്സിലാക്കണം. ലഹരി അടക്കം പുതുതലമുറ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ അളവിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് നാം കാണുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയമായും സാമൂഹികമായും പഠന മനനങ്ങൾക്ക് മുൻകാലത്ത് തന്നെ വിധേയമായിട്ടുണ്ട്. അതോടൊപ്പം നാം നിർദ്ദേശിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, അതിൻ്റെ കാരണങ്ങളെ, അതായത് റൂട്ട് കോസ്, ഇതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഒട്ടും ആഴങ്ങളിലേക്ക് ഇറങ്ങാത്ത ഇത്തരം പ്രഹസനങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടത്. ഒരു ഭാഗത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സകല സീമകളും ലംഘിച്ച് DJ പാർട്ടികളിലും മറ്റ് ആഘോഷങ്ങളിലും അഭിരമിക്കുന്ന ഈ കാലത്ത് ഹൈസ്കൂൾ പിള്ളേർ DJ പാർട്ടിക്ക് പോകുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതാണോ ഇവിടെ ലഹരി വ്യാപനത്തിന് കാരണമാകുന്നത്? ഒരു DJ പാർട്ടിയിലും പങ്കെടുക്കാൻ പോയിട്ടില്ലാത്ത, ലഹരി ഉപയോഗിച്ച് ലഹരിക്കടിമയായി വീട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വന്തം അമ്മയും സഹോദരനെയും വരെ ആക്രമിച്ച് കൊന്നുകളഞ്ഞ ഒരാൾ, അയാൾ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിച്ചിട്ടുള്ള, ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ലാത്ത, വലിയ കൂട്ടുകാരൊന്നും ഇല്ലാത്ത നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളെ കൊണ്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് സ്കൂളിലെ DJ പാർട്ടിയാണെന്ന് പറയുന്നത് മോനെ.
അവിടെ ഈ പറഞ്ഞ ഡാൻസും പാട്ടും കടന്നു വരുന്നു എന്നുള്ളത് അത് നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പോൾ DJ പാർട്ടികളിലും മറ്റ് ആഘോഷങ്ങളിലും അഭിരമിക്കുന്ന ഈ കാലത്ത് പിരിമുറുക്കം കുറയ്ക്കാൻ എന്ന പേരിൽ സ്കൂളുകളിൽ സൂംബ ഡാൻസിന് വേദി ഒരുക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് വിളിച്ചു വരുത്തുക. താമരശ്ശേരിയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ മരണവും കുസാറ്റ് കൊച്ചിൻ ക്യാമ്പസിലുണ്ടായ നിശാ പാർട്ടിയിലെ അപകടവും കാതടുപ്പിക്കുന്ന മ്യൂസിക്കിൻ്റെ ആരവത്തിൽ നിറഞ്ഞാടാൻ മുൻകാലത്തെ അപേക്ഷിച്ച് പുതുതലമുറ അനവധി അവസരങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതിനെയാണ് വ്യക്തമാക്കുന്നത്. ഈ അപകടങ്ങൾ, മരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനവിടെ കാരണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സംഘാടകരും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപകടം മാത്രം കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞത് അവരവിടെ എല്ലാവരും ഡാൻസ് കളിച്ചതുകൊണ്ടല്ല അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പോയതുകൊണ്ടല്ല അപകടം ഉണ്ടായത്. കുട്ടികളുടെ മാനസിക പിരിമുറുക്കങ്ങളുടെ കാരണം ഉല്ലാസങ്ങളുടെ കുറവല്ല, മറിച്ച് ഇത്തരം തെറ്റായ, ക്രിയാത്മകമല്ലാത്ത, നൈമിഷികമായ സന്തോഷം മാത്രം നൽകുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അഡിക്ഷൻ തന്നെയാണ്. അതായത് പാട്ടും ഡാൻസിനും ഒന്നും പിന്നാലെ പോരുത്. പിന്നെന്താ നൈമിഷികമല്ലാത്തത് എന്ന് ഈ മതവുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്ന ഒരേ ഒരു കാര്യം പ്രാർത്ഥന, ദൈവവിശ്വാസം, പിന്നെ മതം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ആധ്യാത്മികതയാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും നിലനിന്ന് പോകുന്ന, അല്ലെങ്കിൽ മരണമാണ് യഥാർത്ഥ സത്യം. മരണത്തിന് ശേഷം സ്വർഗ്ഗം കിട്ടും, സ്വർഗ്ഗത്തിലാണ് നമ്മൾ ശരിക്കും അഴിഞ്ഞാടി ജീവിക്കേണ്ടത്. കാരണം സ്വർഗ്ഗത്തിൽ പോയാൽ ഒരാൾക്ക് പിഴച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന സകല കാര്യങ്ങളും സ്വർഗ്ഗത്തിലുണ്ട്, അവിടെ പോയി അടിച്ചു പൊളിക്കണം, ഇവിടെ നിങ്ങളതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡാൻസിനെയും പാട്ടിനെയും മറ്റു ആഘോഷങ്ങളെയും ഒക്കെ എതിർക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പുറകെ പോരുത്. ഒരാളൊരു വർക്കൗട്ട് ചെയ്യുന്നു, ഒരാൾ ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനും അപ്പുറത്ത് അതുണ്ടാക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ, അയാളുടെ മാനസികവും ശാരീരികവുമായ പല കാര്യങ്ങളിലും ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ ആദ്യം മനുഷ്യനെ പോലെ ചിന്തിക്കണം. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ, അവരൊരുമിച്ച് ഡാൻസ് ചെയ്യുന്നത് കണ്ടാൽ, അവരൊരുമിച്ച് ഒരു സ്പോർട്സ് ഐറ്റത്തിൽ ഇപ്പോൾ സൂംബ ഡാൻസ് കളിക്കുന്നത് കണ്ടാൽ ആ പിള്ളേർ മുഴുവൻ തുണിയില്ലാതെയാണ് കളിക്കുന്നത്, അവർ തമ്മിൽ അവിടെ ഇവിടെ മുട്ടുന്നുണ്ട്, അവർ തമ്മിൽ അങ്ങനെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് എന്നൊക്കെ കാണാൻ ശ്രമിക്കുന്ന ആ വൃത്തികെട്ട കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണ് ഒന്നെങ്കിൽ നിങ്ങൾ പൊത്തിക്കളയണം, അല്ലെങ്കിൽ പഴയ നിയമങ്ങളൊക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നിങ്ങളത് ഇല്ലാണ്ടാക്കണം. കൊച്ചുകുട്ടികൾ സ്കൂളിൽ ചെയ്യുന്ന ഒരു ഡാൻസിനെ നിങ്ങൾക്ക് നേരെ ലൈംഗികതയുമായി കണക്ട് ചെയ്തുകൊണ്ട് അതുവഴി നഷ്ടപ്പെടാൻ പോകുന്ന എന്തോ ഒരു മോഡസ്റ്റി ഉണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കണ്ണുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പുറകെ പോരുത് മക്കളെ. നമുക്ക് ലോങ് ടേം ഗ്രാറ്റിഫിക്കേഷനുണ്ട്. നമ്മൾ ഭക്തിയുടെ മാർഗ്ഗത്തിൽ പോകണം എന്നാണ് എനിക്ക് ഈ പോസ്റ്റ് വായിച്ചപ്പോൾ ഫീൽ ചെയ്തത്. അല്ലാതെ വേറെ സൊല്യൂഷനൊന്നും ഇവർ പറഞ്ഞായിട്ട് കണ്ടിട്ടില്ല. അതോടൊപ്പം വ്യക്തിബന്ധങ്ങളിലും സംസാരങ്ങളിലും ഉണ്ടായിട്ടുള്ള വിടവും ഇതിന് കാരണമാകുന്നു. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ലോകത്ത് ഇതുവരെ ഒരു രാജ്യവും ഒരു മേഖലയിലും പ്രായോഗികമായി നടത്തിയിട്ടില്ലാത്ത UN ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരിഹാര മാനദണ്ഡങ്ങൾ പുറത്തുവിട്ടപ്പോൾ പോലും പരിഗണിക്കാത്ത ഒരു രീതി കൊണ്ടുവരുന്നത് അത്യന്തം പ്രഹസനമാണ്. സൂംബ അവർ കളിച്ച് നോക്കട്ടോ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പിന്നെയല്ലേ അറിയാൻ പറ്റും. 1990 സൂംബ ഡാൻസ് എന്നൊരു രീതി വരുന്നതും 2001 ഇത് വ്യാപകമാകുന്നതും. ഇതിനുശേഷമാണ് ലോകത്ത് രാസലഹരിയും വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ചിന്തിക്കണം. അപ്പോൾ സൂംബ വഴിയാണ് ഇവിടെ രാസലഹരി വ്യാപിച്ചിട്ടുള്ളത് എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ അല്ലാന്നാണെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഈ സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഈ പാട്ടും ഡാൻസും ഇതുപോലുള്ള കാര്യങ്ങളോടൊപ്പമാണ് രാസലഹരി കൂടി വരുന്നത്. ആ പാട്ടിനെയും സംഗീതത്തിനെയും ആ നൃത്തത്തിനെയും ഒക്കെ നമ്മൾ വർജിക്കണം എന്ന് പറയുന്ന അർത്ഥത്തിലേക്കാണ് ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ലോകത്തെവിടെയും ലഹരിയിലേക്ക് പോകാതിരിക്കാൻ ഡാൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ല. അത് നിങ്ങൾ ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ലഹരി വിമുക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്കൗട്ടുകൾ പറയുമ്പോൾ അവിടെ ഡാൻസിനെയൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. സൂംബ ഡാൻസ് വിത്ത് സ്മോൾ കോസ്റ്റ്യൂംസ് എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡാൻസ് എന്ന് പറയുന്നത് ലഹരി വിമുക്തിയുടെ ഒരു ഭാഗം തന്നെയാണ്. മാത്രമല്ല ഇപ്പം സൂംബ ഡാൻസ് ആണെങ്കിലും അതല്ല പാട്ട് വെച്ച് സിനിമാറ്റിക് ഡാൻസ് കളിക്കാനാണെങ്കിലും ആൺകുട്ടിയും പെൺകുട്ടിയും അസംബ്ലി നടക്കുന്ന വേദിയിൽ വെച്ച് പാട്ടിട്ട് കൊടുത്ത് ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന എന്ത് പരിപാടി വന്നാലും ഇവരെ എതിർക്കും. ബേസിക് കാര്യമാണ്. പാട്ട് വരാൻ പാടില്ല, ഡാൻസ് വരാൻ പാടില്ല, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് വരാൻ പാടില്ല, ശരീരം ഇളകുന്ന കാര്യം കാണാൻ പാടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇതേ സൂംബ ഡാൻസ് പെൺകുട്ടികൾക്ക് ഒരു ഹാളിൽ സെപ്പറേറ്റും ആൺകുട്ടികൾക്ക് ഒരു ഹാളിൽ സെപ്പറേറ്റും വെച്ച് നോക്കിയാൽ ഇതിനൊരു ചെറിയ ആശ്വാസം ഉണ്ടാവും. അപ്പോൾ പോലും പാട്ടും ഡാൻസും എങ്ങനെ എടുത്തു കളയാൻ പറ്റുമെന്ന് ആലോചിക്കുള്ളൂ. ഇത് ആണിനെയും പെണ്ണിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി തന്നെയാണ്. അതുവഴി സ്ത്രീയുടെ അവകാശങ്ങളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിദ്യാലയങ്ങളിലും മറ്റും ശാന്തമായി നടന്നിരുന്ന പല ആഘോഷ പരിപാടികളും ആൺ പെൺ കൂടി കലരലുകളും പരിസരം മറന്ന് തിമിർത്താടാനുള്ള ഇടങ്ങളുമായി മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇവർക്ക് വേണ്ട മറ്റേ സാധനമാണ് ഈ ഒരു കയറിങ്ങനെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ വെച്ച് ആൺകുട്ടികൾ ഒരു സൈഡ് പെൺകുട്ടികൾ ഒരു സൈഡ് അങ്ങനെ പാടുള്ളൂ, തമ്മിൽ കാണാൻ പാടില്ല എന്ന് വരെ ചിലപ്പോൾ പറഞ്ഞോളെ. പലപ്പോഴും ഇവയെല്ലാം ഒടുവിൽ എത്തിച്ചേരുന്ന ചെറുതും വലുതുമായ DJ പാർട്ടികൾ നേരെ DJയിലേക്കാണ് പോണതേ.
വേറെ പാട്ടും ഡാൻസും ഉള്ള വേറെ ഒരു പരിപാടിയും അറിയില്ല എന്ന് പറയുന്ന പോലെ DJ പാർട്ടികൾ ലഹരിയുടെ പ്രാഥമിക സ്രോതസ്സുകളായി മാറുന്നതിനിടയിലാണ് ഇത്തരം വിചിത്രമായ പ്രതിരോധ മാർഗ്ഗങ്ങളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. നിങ്ങൾക്ക് പാട്ടും ഡാൻസും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ട് തോന്നുകയാണെങ്കിൽ DJ പാർട്ടി വഴിയാണ് ലഹരി പരക്കുന്നത് എന്ന് പറയരുത്. DJ പാർട്ടിക്ക് പോയിട്ടില്ലാത്ത ആളുകളും ഇവിടെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ലഹരിയുടെ വ്യാപനം ശക്തമാവുന്നുണ്ട്. അത് സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നത് മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെയുമാണ്. മറ്റ് പല പ്രശ്നങ്ങളും അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പാട്ടും ഡാൻസും അതുവഴി DJ പാർട്ടി എന്നിട്ട് ലഹരി ഇതിങ്ങനെ മറ്റേ വളഞ്ഞു ചുറ്റി നമുക്ക് ഇന്ന കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഇടയിലൊന്ന് സെറ്റിൽ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു ധൃതി ഇതിൻ്റെ അകത്തുണ്ട്. എങ്ങനെയാണോ ഒരു ഭാഗത്ത് സർക്കാർ തന്നെ നൈറ്റ് ലൈഫും മറ്റും പ്രോത്സാഹിപ്പിച്ച് മറുവശത്ത് അവിടെ ഉണ്ടാകുന്ന അടിപിടിയും ലഹരി റാക്കറ്റും പെൺവാണിഭങ്ങളും പിടിക്കുന്നത്, അതുപോലെ ദീർഘവീക്ഷണമോ പഠനമോ നടത്താതെയുള്ള നിർദ്ദേശങ്ങളാണിവ. അപ്പം നൈറ്റ് ലൈഫ് ഉണ്ടാവാൻ പാടില്ല. അഫ്ഗാനിസ്ഥാനെ ഇടക്കെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തലും അധ്യാപക വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കലുമാണ് സൂംബ ഡാൻസിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിന് സ്കൂളുകളിൽ നിലവിലുള്ള കലാകായിക വിദ്യാഭ്യാസവും അതിൻ്റെ ഭാഗമായുള്ള ഡ്രില്ലുകളും എക്സസൈസുകളും മാസ് PT-യും കാര്യക്ഷമമാക്കിയാൽ മതിയാകുമല്ലോ. സർക്കാരാകട്ടെ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളും കൂടിയാണ്. PT പീരീഡ് നമുക്ക് മാത്സിൻ്റെ ഒരു ഇതും കൂടി തീർത്താലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ 2 ചാപ്റ്ററും കൂടി മിച്ചമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വരുന്ന അധ്യാപകരും അതിനെ ആ ഒരു ഉപയോഗത്തിലേക്ക് എത്തിക്കാത്ത ഒരു സിസ്റ്റവും ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല PT പീരീഡ് വരുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ളവർക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവും. PT പീരീഡ് വരുമ്പോൾ കുറച്ച് ആൺകുട്ടികൾ കൂട്ടം കൂടിയിട്ട് അവരുടെ ഒരു ഗ്യാങ് പോലെ ഉണ്ടാവും. ആ ഗ്യാങ് പോയി ഒരു പെർട്ടിക്കുലർ ഗെയിം കളിക്കും, വേറൊരു ഗ്യാങ് പോയി വേറൊരു കളി കളിക്കും. പെൺകുട്ടികളുടേത് മാത്രമെന്ന് വിശ്വസിക്കുന്ന 1-2 കുഞ്ഞു പരിപാടികളായിട്ട് പോകും. വേറെ കുറച്ച് ആളുകൾ ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതും. ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി ബാക്കിയുള്ളവർ കളിക്കുന്നത് നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളെ കൂടി ഈ പറയുന്ന ആക്ടിവിറ്റികളിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ മാറി നിൽക്കുന്ന കുട്ടികൾ എല്ലാ കാലത്തും ഇതുപോലെ മാറി നിൽക്കുന്നവരായി തുടരുകയും ആൺകുട്ടികളുള്ള മേഖലകളിലേക്ക് ഞങ്ങൾ പോകേണ്ട എന്ന് പറയുന്നൊരു കാര്യം ഇൻറ്റേർണലൈസ് ചെയ്യുകയും ആൺകുട്ടികൾ തന്നെ അവരുടെ ടീം നമ്മൾ നമ്മുടെ ടീം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മാറ്റി നിർത്തലുകളിലൂടെയൊക്കെ കടന്നു പോകും. ഇപ്പോൾ ഇത്തരം ഒരു ഡാൻസ് പരിപാടിയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. അവിടെ എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. അവനും എനിക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഡാൻസ് വീഡിയോസൊക്കെ എടുത്ത് കണ്ടുപോകണം. കുട്ടികളുടെ മുഖത്തുള്ള ചിരികളുണ്ട്. ആ ചിരികൾ കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തെറ്റിക്കഴിയുമ്പോൾ ഒരു ചിരിയോടുകൂടി ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനുള്ള അവരുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കുട്ടികൾ നേരിടുന്ന സ്ട്രെസ്സിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് തോൽവിയെ നേരിടാനുള്ള ഭയമാണ്. ഒരു പ്രേമത്തിൻ്റെ റിജക്ഷൻ പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് അതാണ്. ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ സാരമില്ലടോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നേ, അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു രസം, ഒരു ചിരി, അതിനപ്പുറത്തേക്ക് അതിലൊന്നും വേണ്ട എന്നൊക്കെ ചിന്തിക്കാനും വരെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു പരിപാടിയെ നിങ്ങളിങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ പറയുന്ന കാരണങ്ങൾ അടിസ്ഥാനരഹിതമായി മതം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഈ PT-യും ഡ്രില്ലും പരിപാടിയും ഇതൊക്കെ എത്രയോ കാലങ്ങളായി. ഇത്രയും കാലം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത് കൊണ്ടുപോയി ഇനി കൂടുതൽ ശക്തമാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ കുട്ടികളെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിക്കുന്നു. 11, 22 പേര് കളിക്കുമായിരിക്കും. ഒരു ക്ലാസ് മുറിയിൽ 30-35 പേരുണ്ടാവും. അതിൽ ഈ പറയുന്ന 22 പേരുടെ ടീമിലുണ്ടാകാൻ പോകുന്നത് ആൺകുട്ടികളാണ്. നമ്മൾ കുട്ടികൾക്ക് മാനസിക ഉല്ലാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ ഇതുപോലെ തീരുമാനിച്ചു നോക്കൂ. അപ്പോഴും ഗ്രൗണ്ടിൽ ഇറങ്ങി നിങ്ങൾ പെൺപിള്ളേരെ കളിക്കാൻ വിടും. ആൺകുട്ടികളുടെ ടീമും പെൺകുട്ടികളുടെ ടീമും മിക്സ് ചെയ്തൊക്കെ കളിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? പെൺകുട്ടികൾ മിക്കവാറും ഒരു കൂട്ടമായിട്ട് എല്ലാ പരിപാടികളിലും കാണാൻ പറ്റും. ഒരു കൂട്ടമായി കുറച്ച് കുട്ടികൾ മറ്റേ പെൻകിൻ കുട്ടികൾ നിൽക്കുന്ന പോലെ മാറി നിൽക്കും. അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ തമാശ പറഞ്ഞിട്ട് കൈയടിക്കണം നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാ കാലത്തും അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആവുന്നു, കല്യാണം കഴിക്കുന്നു, സെറ്റിൽ ആവുന്നു, കഴിഞ്ഞു. ഈ രാജ്യത്തിന്, ഈ ലോകത്തിന് എന്തൊക്കെ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിനെ ഒതുക്കി നിർത്തുകയാണ്. പോസ്റ്റ് കുറേ നമുക്ക് ഇനിയും വായിക്കാനുണ്ട്. സർക്കാരാകട്ടെ ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതായത് മറ്റേ PT പരിപാടികൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. പാഠ്യപദ്ധതിയും തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളുമുള്ള ആരോഗ്യ കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ കായിക അധ്യാപകന്മാരെ ഇപ്പോഴും നിയമിച്ചിട്ടില്ലെന്ന കാര്യം നാം മനസ്സിലാക്കണം. കലാകായിക വിദ്യാഭ്യാസവും അതിൻ്റെ പരീക്ഷകളും മൂല്യനിർണ്ണയവും അധ്യാപകർക്കിടയിൽ പരസ്പരം തട്ടിക്കളിക്കുന്ന ഒരു അനാഥക്കുട്ടിയെ പോലെയാണ് ഇന്നുള്ളത്. ഇക്കാര്യത്തിലെല്ലാം ഇടപെട്ട് ശരിയായ പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം കേവലം പൊടിക്കൈകൾ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. PT പീരീഡിന് പകരം സൂംബ ഡാൻസ് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് എല്ലാവരും അത് ചെയ്യും എന്നുള്ളതാണ്. ഒരു PT പീരീഡിൽ കായികമായി കുറച്ച് മുൻകൈയുള്ള കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യും. ബാക്കി കുട്ടികൾ അതിൻ്റെ പുറകിൽ വരും. പിന്നെ ഇതിലൊന്നും ഇടപെടാൻ പറ്റാതെ പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് ഇൻഹിബിഷൻസ് ഉള്ളിലുള്ള, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ നിൽക്കും. നേരെ മറിച്ച് എല്ലാവരും ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ മടിച്ച് ചെയ്ത് പയ്യെ അതിൻ്റെ രസം പിടിക്കും. ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ ആ ക്ലാസ്സിൽ സൂംബ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ടീച്ചർ വരാതിരിക്കും എന്തോ ചെയ്തപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി ഞങ്ങളിവിടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നത് അവരുടെ ഉള്ളിലെ കൊതി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ്. ആ ആഗ്രഹങ്ങൾ ഒരിക്കലും അവരെ മോശപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കില്ല. DJ പാർട്ടിയുടെ തുടക്കം സൂംബ ഡാൻസ് അല്ല. മാത്രവുമല്ല, ഡിസിപ്ലിൻ ഇപ്പോൾ തന്നെ സ്കൂളുകളിൽ ഒരു വലിയ പ്രശ്നമാണ്. വടിയെടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഡാൻസ് കൂടി വരുന്നതോടെ ഏത് സമയവും അതിൻ്റെ പ്രാക്ടീസും മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് വിവിധ നൃത്തങ്ങൾ അനുകരിച്ച് അഭ്യസിക്കുന്ന
പഠിപ്പിക്കലുമാവും പ്രധാന പരിപാടി. ഇതാണ് മറ്റേ ഈ സെക്സ് എഡ്യൂക്കേഷൻ വരുമ്പോൾ പിന്നെ കുട്ടികൾ മുഴുവൻ സെക്സ് ചെയ്യാൻ ഇറങ്ങും എന്ന് പറയുന്ന ആ വൃത്തികെട്ട ലോജിക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നാണ്. സൂംബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മൊബൈൽ കൊണ്ടുവന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് പിള്ളേരൊക്കെ പഠിച്ചത് പിന്നെ എന്ത് തേങ്ങ വെച്ചിട്ടാണ്? ഭിത്തിയിൽ മാന്തിയാണോ അവർ പഠിച്ചത്? അല്ലല്ലോ, ഒരു മൊബൈൽ ഫോണല്ലേ ഉപയോഗിച്ചത്. എന്തായാലും നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന അത്രയും നിരുത്തരവാദപരമായി കുട്ടികൾ മൊബൈൽ ഫോണുകളോ മറ്റ് സൗകര്യങ്ങളോ ഉപയോഗിക്കില്ല. പിന്നെ പിള്ളേർ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അവർ പാട്ട് വെച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യട്ടെ, അവർ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ ജീവിതം. ഇനി അങ്ങനെ ഡാൻസ് ചെയ്യുമ്പോഴാണെങ്കിലോ അതുവരെ മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ പെർഫോം ചെയ്യാൻ മടിച്ചിരുന്ന ഉള്ളിൻ്റെ ഉള്ളിലെ ഏറ്റവും ഗംഭീര ഡാൻസർ പുറത്ത് വരുന്നത്, അതെന്താ പുറത്ത് വന്ന എന്താ കുഴപ്പം? അത് നമുക്ക് പറ്റില്ലല്ലോ, ഡാൻസ് നമുക്ക് പറ്റൂലല്ലോ. അതും ഒരു പെൺകുട്ടി ചെയ്യുകയോ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പെർഫോം ചെയ്യുകയോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അങ്ങനെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യലാവും പരിപാടി. ഡാൻസ് ചെയ്യാൻ അവസരം കാത്തിരിക്കുന്ന ന്യൂ ജനറേഷൻ അധ്യാപകരിൽ ഒരു വിഭാഗം ഗവൺമെൻറ്റിൻ്റെ ഈ നിർദ്ദേശത്തെ ആവേശപൂർവ്വം സ്വീകരിച്ചേക്കാമെങ്കിലും തൻ്റെ മേനിയഴകും കായികാഭ്യാസവും പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗം അധ്യാപകരും അതുപോലെയുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളും ഇതിൻ്റെ പേരിലാവും ഇനി മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടപ്പെടുക. ഈ കുട്ടികളുണ്ടല്ലോ, തങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഒരു കായിക വിനോദത്തിൽ ആ രീതിയിലാണ് സൂംബ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുകയും അതുവഴി അവർക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസം അവരുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സൈഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും പഠിത്തത്തിലാണെങ്കിലും മറ്റ് കലാകായിക വിനോദങ്ങളിലാണെങ്കിലും അവരുടെ കഴിവ് കൂടുതൽ തിളങ്ങുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, ഇനി ഇതൊന്നും തിളങ്ങിയില്ലെങ്കിലും ചിരിച്ച മുഖത്തോടെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന സഹപാഠികളെ കാണുമ്പോൾ ഈ മാറി നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന കുട്ടികളും കൂടി അത് ചെയ്യും. നിങ്ങളുടെ പ്രശ്നം അവരിത് ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ഡാൻസ് കളിക്കുന്ന, ഇപ്പോൾ സൂംബ കളിക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് മേനിയഴക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തുണിയില്ലാതെ ഡാൻസ് കളിക്കാൻ പോകണോ? എന്താ നിങ്ങൾ സൂംബയെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ സൂംബ കളിക്കുന്നവർ ഈ ഡ്രസ്സിൽ കളിക്കണമെന്നുണ്ടോ? നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടത് അതായിരിക്കും. അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ലഹരി വ്യാപനത്തിൻ്റെയും അടിപിടിയുടെയും ആഘോഷത്വരയുടെയും മറ്റും പേരിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ അകറ്റാൻ കാരണമാകുന്ന നടപടിയാണ് ഇതിലൂടെ സംഭവിക്കുക. ലഹരി വ്യാപനത്തിൻ്റെയും അടിപിടിയുടെയും അതിൻ്റെ പേരിൽ ഏത് കുട്ടിയാണ് സ്കൂളിൽ പോയിരിക്കണം എനിക്കറിയില്ല കേട്ടോ. കുട്ടികളെ സ്കൂളിൽ ആക്രമിക്കുന്ന പരിപാടികൾ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ മാറുമായിരിക്കും. ഇനി ആഘോഷത്വരയുടെയും മറ്റും പേരിൽ ആഘോഷിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാണ്ടിരിക്കുന്ന പിള്ളേരോ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളത് ഏത് കുട്ടികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. ആ സ്കൂളിൽ ആഘോഷം ഉണ്ടാകുമായിരിക്കും എന്ന് വിചാരിച്ച് പിള്ളേരെ സ്കൂളിൽ വിടാതിരിക്കുന്ന അപ്പനമ്മമാരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലാക്കാം. പിന്നെ ചില കുട്ടികൾക്ക് ഒരു വലിയ ആൾക്കൂട്ടം, വലിയ ആഘോഷം, അതിനോട് താല്പര്യമില്ലാത്തവരുണ്ടാവും. അവർ സ്കൂളിൽ വരിക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക, അത്തരം കുട്ടികൾക്ക് കൃത്യമായ കെയർ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊന്നും പാടില്ല എന്ന് വെക്കല്ല വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം നടത്തണമെന്നും ഇതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി പഠനവിധേയമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ടി.കെ. അഷ്റഫ്. ഇതിൻ്റെ ഏത് വശമാണ് നമ്മൾ പഠനവിധേയമാക്കേണ്ടതെന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. സൂംബ കൊണ്ട് ലഹരിയെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ മീഡിയയുടെ ഒക്കെ മുമ്പിൽ വന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എല്ലാ ദിവസവും പോട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെല്ലാവരും ഇടകലർന്നുകൊണ്ട് ഒരു പാട്ടിന് ചുവട് വെക്കുക. നിങ്ങൾ യൂത്ത് ഫെസ്റ്റിവലുകൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് കൈയടിച്ച്, ചിലരൊക്കെ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് കളിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും, പക്ഷേ പറ്റൂല. ചിലർ അവസാന നിമിഷമാകുമ്പോൾ വരുമായിരിക്കും. വേറെ ചില ആളുകൾ ഉള്ളിൽ ഒത്തിരി ആഗ്രഹം വെച്ചിട്ടും ഞാൻ ഇന്ന ആളായി പോയല്ലോ, ഞാനൊരു പെൺകുട്ടിയായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് കൈയടിക്കും. ഉള്ളുകൊണ്ട് അവർ നിന്ന് ഡാൻസ് കളിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടം, ആ ഒരു കൂട്ടം കുട്ടികൾക്ക് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, നിങ്ങൾ കളിക്കണം, കളിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർ വന്ന് ചെയ്ത് നോക്കും. പയ്യെ പയ്യെ അവർ ഡാൻസ് കളിക്കും. അങ്ങനെ ഡാൻസ് കളിച്ച് മനസ്സിൽ നിന്ന് വരുന്ന, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരി ഉണ്ടാവും അവരുടെ മുഖത്ത്. ആ ചിരി മറ്റൊരാളുടെ നേർക്ക് പോകുമ്പോൾ അയാൾക്കും ചിരി വരും. മനസ്സ് തുറന്നുള്ള ഒരു ചിരിക്കുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മറുപടി ഉള്ളു തുറന്നുള്ളൊരു ചിരി തന്നെയാണ്. അങ്ങനെ ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനാണോ, അല്ലെങ്കിൽ മാനുഷികമായ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മിസ്സായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. വേറെ ചില കണ്ടീഷൻസ് ഉള്ള ആളുകളുണ്ട്, അവരെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളു തുറന്നുള്ള ചിരികൾ, ഒരുപാട് ഫിസിക്കലി എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളു തുറന്നുള്ള ചിരികളുണ്ടാവും. ആ ചിരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പകരും. ചിലപ്പോൾ ശത്രുക്കളായിരുന്ന കുട്ടികൾ പോലും ആ ചിരിയുടെ പുറത്ത് കൂടുതൽ നല്ല സുഹൃത്തുക്കളായിട്ട് മാറും. കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇടയിൽ അത് സംഭവിക്കും. അതിനെ ഭയപ്പെടുന്നവരെ നമുക്ക് തൽക്കാലം മറക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ആ സൗഹൃദ അന്തരീക്ഷത്തിൽ സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങളുണ്ടാകും. പിള്ളേർ മുഴുവൻ മറ്റേ കെട്ടിപ്പൊളിച്ച് അത് ചെയ്യുമായിരിക്കും എന്ന് ചിന്തിക്കുന്നവരെയും നമുക്ക് ഇവിടുന്ന് മാറ്റി നിർത്താം. അങ്ങനെ സന്തോഷകരമായി ഉണ്ടാകുന്ന നിമിഷങ്ങൾ ആ കുട്ടികളുടെ ഉള്ളിലെ ഹാപ്പി ഹോർമോൺസിനെ വർദ്ധിപ്പിക്കും. അതുവഴി ചില ആളുകൾക്ക് സെൽഫ് റിയലൈസേഷൻ വരും. ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, എൻ്റെ ജീവിതം സത്യത്തിൽ ഇങ്ങനൊരു വഴിക്കാണ് ഗംഭീരമായിട്ട് പോകുക എന്നുള്ളത്. അതൊരിക്കലും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ലഹരി കിട്ടിയ അടിപൊളിയായിരുന്നു, പോയി ലഹരിക്ക് അടിമയായേക്കാം എന്ന് പറഞ്ഞ് പോകുന്നതല്ല. ചിലപ്പോൾ അവർ ഡാൻസ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിക്കുക, ചിലപ്പോൾ പാട്ടാണ് എൻ്റെ വഴി എന്ന് ചിലപ്പോൾ ഒരാൾക്ക് തോന്നിയാലോ. അതിനെ തീർച്ചയായും ഈ ചിരികളോടെ നിൽക്കുന്ന സൗഹൃദ അന്തരീക്ഷം ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ.
ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഡെസ്കിൽ ബെഞ്ചിൽ വന്നിരുന്ന് ഒരു പാട്ട് പാടി തുടങ്ങുമ്പോൾ കൂടെയുള്ള കൂട്ടുകാർ കൈയടിക്കും. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്, നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ആ സൗഹൃദ അന്തരീക്ഷം ഉണ്ടല്ലോ, അത് നിങ്ങളെ ഒരുപാട് ട്രാപ്പുകളിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ട്രാപ്പ് തന്നെയാണ് ലഹരി. ലഹരിക്ക് അടിമപ്പെടാത്ത, ലഹരി ഉപയോഗിച്ച് ആ വഴി പോയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഏതൊരു ലഹരി പദാർത്ഥത്തിലേക്കും വീണു പോകാനുള്ള ചുറ്റുപാടുകൾ പല വഴിക്ക് എൻ്റെ മുന്നിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനായിട്ട് എന്നെ കൺട്രോൾ ചെയ്തതുപോലെ തന്നെ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എന്നെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടാവും, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വരും. അങ്ങനെ നിർബന്ധിച്ച് വരുന്നവൻ്റെ കരണക്കുറ്റിക്കൊന്നും എടുത്തിട്ട് നീ വേണേൽ കഴിച്ചോ, അവനെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്. ആ സൗഹൃദ അന്തരീക്ഷം എത്ര കുട്ടികൾക്കുണ്ടാവും. ആ അന്തരീക്ഷത്തിൽ നമുക്ക് വഴിതെറ്റി പോകുന്ന ഒരു കൂട്ടുകാരനെ വിട്ടുകളയാൻ പറ്റില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകെ പിടിക്കും. കുട്ടികളുടെ മാർക്കുകൾ മെച്ചപ്പെടും. വീട്ടിൽ മുഴുവൻ പ്രശ്നം, സ്ട്രെസ്സ്, മതം പഠിക്കാൻ പറയുന്നു, അച്ഛൻ വഴക്കിടുന്നു, അമ്മ വഴക്കിടുന്നു, മാർക്ക് കുറയുന്നു. ഇത്രയും സ്ട്രെസ്സൊക്കെ നിൽക്കുമ്പോഴും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മച്ചാനെ അവസാന പീരീഡ് ഞങ്ങളെല്ലാം അങ്ങ് എൻജോയ് ചെയ്യും, അതൊരു രസമാണെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടികളുണ്ടാവും. അവരുടെ ഹാപ്പി സ്പേസ് ആയിട്ട് സ്കൂൾ മാറും, മാർക്കുകൾ മെച്ചപ്പെടും. എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാനുണ്ടാവും. ഇതൊക്കെ മറന്നിട്ട് ആണും പെണ്ണും കൂടിക്കലരും. മറ്റൊന്ന് സൂംബയിൽ നിന്ന് DJ, അവിടുന്ന് ലഹരി. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ DJ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ DJ നിരോധിച്ചാൽ പോരെ. ഇതിനെ നിരോധിക്കണമെന്നുള്ള ചാടി ഇറങ്ങുന്ന ആളുകളുടെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും മാത്രമാണ് സൂംബ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. 2017 സൂംബ നിരോധിക്കുമ്പോൾ ഇറാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാരണമാണ്. ഇത് ഇസ്ലാമിക് ആണ്, ഇസ്ലാം വിരുദ്ധമാണ് സൂംബ എന്നുള്ളതാണ്. കാരണം എന്താണ്? അവർ പാട്ട് വെക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷനും ഇടകലരുന്നുണ്ട്, പിന്നെ അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണരുത് എന്ന് ഇസ്ലാം പറയുന്ന ചില ശരീരഭാഗങ്ങൾ കാണുമായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ് കാരണം വരുന്നത്. ഇതേ കാരണങ്ങൾ തന്നെയാണ് ഇവർ ഈ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ചില ആൾക്കാർ പറയുന്നത് കുട്ടികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ, ഡാൻസ് കളിക്കാതിരിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ എന്നുള്ളതാണ്. പൊതുവിദ്യാലയത്തിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാൻ നിർബന്ധിതരായിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ വിനോദത്തിന് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ കുട്ടികൾ അത് എൻജോയ് ചെയ്യാണ് ചെയ്യുക. പാട്ടും ഡാൻസും കൂട്ടുകാരായിട്ടുള്ള ചിരിയും കളിയും ഒക്കെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് തന്നെയാണ്. അവരുടെ തലയിലേക്ക് പാട്ടും ഡാൻസും പ്രശ്നമാണെന്നും അത് നിങ്ങളെ ലഹരി കൊണ്ടെത്തിക്കും എന്നും ആൺകുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൂട്ടരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ പേടിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത് കാണുമ്പോൾ ഞാനിത് ചെയ്യണോ വേണ്ടോ എന്ന് രണ്ട് മനസ്സുണ്ടാവുമായിരിക്കും. ആ കുട്ടി ചെയ്യേണ്ട, ആ കുട്ടി മാറി നിന്നോട്ടെ, വേറെയും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നൃത്തം ചെയ്യുന്നുണ്ടല്ലോ. അത് കാണുമ്പോൾ അവരിലുണ്ടാവുന്ന, തൻ്റെ കൂട്ടുകാരിലുണ്ടാവുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ കാണുമ്പോൾ ആ കുട്ടി തീരുമാനം എടുത്താൽ മതി. പക്ഷേ ആ കുട്ടിക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ, പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു കുട്ടിക്ക് ഇത് തെറ്റാണോ എന്ന സംശയം ഉണ്ടാകുന്നതിന് അത് കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ബേസിക് പരിപാടികളൊക്കെ തന്നെ ധാർമ്മികത, മതം, ഇതൊക്കെ തന്നെയാണ് ഇവർ ചാനൽ ചർച്ചകളിലും വന്നിരുന്ന് പറയുന്നത്. പിന്നെ കായിക വകുപ്പ് PT അധ്യാപകരെ നിയമിക്കുക, ഇതൊക്കെയാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. PT അധ്യാപകരെ നിയമിക്കാം, എന്നിട്ട് PT അധ്യാപകൻ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് പാട്ട് വെച്ച് കൊടുത്ത് അവർ ഡാൻസ് കളിക്കട്ടെ. എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? നല്ല പരിപാടിയല്ലേ. സൂംബ വേണ്ട, സിനിമാറ്റിക് ഡാൻസ് കളിക്കാം. എന്തായാലും ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കോൽക്കളി, ഒപ്പന തുടങ്ങിയിട്ടുള്ള പരിപാടികൾ കുട്ടികളെ ഇത്രയും പേരെ ഒരുമിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ച് ഡാൻസ് കളിപ്പിക്കൽ നടക്കില്ല. ഇനി നടന്നാൽ തന്നെയും ആൺകുട്ടിയും പെൺകുട്ടിയും ഇടകലരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെയും വരും. ഇവരുടെ ഈ ഇരട്ടത്താപ്പുകളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഹിജാബ് ധരിക്കാൻ ഒരു പെൺകുട്ടിയെ സ്കൂളിൽ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്, അവളുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവളത് ധരിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ഹിജാബ് ധരിക്കണ്ട എന്നൊരു പെൺകുട്ടി അങ്ങ് തീരുമാനിച്ചു, അവൾ ധരിക്കുന്നില്ല, ഒരു മുസ്ലിം പെൺകുട്ടി ആ മതത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവളെ ഓടിച്ചിട്ട് പിടിച്ച് ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കും. അവിടെ വ്യക്തി സ്വാതന്ത്ര്യമില്ലേ. മറ്റൊന്ന്, ഇവരുടെ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന കുറേ കോമഡി പീസുകളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ പഠിപ്പിച്ച് MBBS സീറ്റ് വേസ്റ്റ് ആക്കിക്കല്ലേ എന്ന് പറയാൻ തോന്നുന്ന അത്രയും വിവരക്കേട് വിളിച്ചു പറഞ്ഞ ആളുകൾ ഈ പറയുന്ന വിസ്ഡം എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ആളുകളോടൊക്കെ അതിമാരകമാം വിധം പുച്ഛം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ വാദങ്ങളുണ്ടായിരുന്നത്. സൂംബ വേണ്ട, അല്ലെങ്കിൽ അതിലൊരു പുനർചിന്തനം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ താലിബാനാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളി നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, നിങ്ങളിങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇരവാദം ലൈനിൽ അവിടെ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ശരി, ആൺ പെൺ കൂടിക്കലരുകൾ ഒരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള താലിബാൻ്റെ സമാനമായ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ നിലനിന്ന് പോരണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വസ്ത്രത്തെക്കുറിച്ച്, ആൺകുട്ടികളുമായി ഇടപഴകാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ കാണിച്ചത് ഇവിടെ കാണിക്കുമ്പോൾ അതൊരു താലിബാൻ പരിപാടിയാണ് എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? അതുപോലെ തന്നെ സഫാൻ ഫറാമി എന്ന് പറയുന്ന ഒരാൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതിനെ നിങ്ങൾ മതത്തിലേക്ക് കൊണ്ടുപോകണ്ട, ഈ ചർച്ചകളെ മതത്തിലേക്ക് കൊണ്ടുപോകണ്ട.
പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല, പഠനം നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കായിക അഭ്യാസം, ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ മടിയുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ കുങ്ഫു പഠിപ്പിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും, അല്ലെങ്കിൽ കളരി പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വിമുഖതയുള്ള അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടോ മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. മാത്രമല്ല അതൊരു മാർഷൽ ആർട്ടാണ്, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനർ വേണം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ലാതെ വന്നേക്കാം. സുംബ വരുമ്പോൾ പാട്ട് വെക്കുക, കുട്ടികളുടെ അവരുടെ ശാരീരിക ക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് എന്ത് പഠനമാണ് വേണ്ടത്? സൂംബ പഠിച്ച ലഹരി അടിമയാവുമെന്നാണോ? അതോ സൂംബ ചെയ്യുന്നവരെല്ലാവരും ആണും പെണ്ണും കൂടി സൂംബ കഴിയുമ്പോൾ വേറെന്തോ ആണ് എന്ന് വിചാരിക്കുകയാണോ? എന്താണ് നിങ്ങൾക്ക് ഇതിൽ പഠനമായിട്ട് വേണ്ടിയിരുന്നത്? സമസ്തയുടെ മുഹമ്മദ് ഫൈസി പറഞ്ഞത് ഇതൊരു സ്വാഭാവിക ആശങ്കയാണ് എന്നുള്ളതാണ്. അതായത് ഈ ചെറിയ വസ്ത്രം ധരിച്ച് തുള്ളിച്ചാടുന്ന പരിപാടി, ഡാൻസ് എന്ന് പറയാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൃത്തം എന്നതിനെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുള്ള പോലെ, തുള്ളിച്ചാട്ടം മോശമായിട്ടുള്ള എന്തോ പരിപാടി എന്നുള്ള റെഫറൻസുകളാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോഴേ വസ്ത്രം കുറയുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പിന്നെ ഇതൊരു വെസ്റ്റേൺ രീതിയാണ്, ഒരു കൊളംബിയൻ പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിരിക്കുന്ന ആളുകളാണ് കൊളംബിയൻ രീതി എന്നൊക്കെ പറഞ്ഞിട്ട് സൂംബേനെ എതിർക്കുന്നത്. സാംസ്കാരികമായ ഇടകലരലുകൾ അത് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ എല്ലാ കാലത്തും വിജയിക്കണമെന്നില്ല. പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇങ്ങനെ മൂടി പുതച്ചിരുന്നുകൊണ്ട് ആ മതവിഭാഗത്തിൻ്റെ എല്ലാ ടിപ്പേറവകാശവും ഞങ്ങളുടേതാണ് എന്ന് ബലം പിടിച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും മനോഹരമായി എതിർക്കാനോ ഈ വാദങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കടുത്ത സ്ത്രീവിരുദ്ധതയെ എതിർക്കാനോ ഒക്കെ മുന്നോട്ട് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അക്കൂട്ടത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഒരുപാടുണ്ടാവും. അങ്ങനെയുള്ള ഇടകലരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മനുഷ്യരാശി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വസ്ത്രധാരണ രീതിയായാലും സംസാര രീതിയാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലാണെങ്കിലും പറയുന്ന ഓരോ വാക്കുകളിലാണെങ്കിലും ഒക്കെ ഇത്തരം സാംസ്കാരികമായ ഇടകലരലുകൾ ഉണ്ടായിട്ടുണ്ട്. സുംബയിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറയൂ. അല്പവസ്ത്രമാണോ? അങ്ങനെ അല്പവസ്ത്രം ധരിച്ച് കുട്ടികളോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടില്ല. അവരെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ബസ്സിലും മറ്റും തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവരിട്ടുകൊണ്ട് പോകുന്ന അതേ ഡ്രസ്സിലാണ് അവർ ആ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? ആണും പെണ്ണും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ചെയ്യുന്ന ഡാൻസ് അല്ല സൂംബ. അപ്പോൾ ആ പ്രശ്നം മാറില്ലേ? ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ മതാടിസ്ഥാനത്തിൽ വന്നിരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ചോദിച്ചു വരുമ്പോൾ ഉള്ളിയുടെ തൊലി വിളിച്ച പോലെ അതിൻ്റെ അകത്ത് ശാസ്ത്രം ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇതിൽ എനിക്ക് ഏറ്റവും അപഹാസ്യനായി തോന്നിയത് ഹിലാൽ സലിം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ചാനൽ ചർച്ചയിൽ ഒരാൾ ഇരുന്ന് പറഞ്ഞു കൂട്ടിയ വിവരക്കേടുകൾ നമുക്കൊരു പുസ്തകമായി പബ്ലിഷ് ചെയ്യാനുള്ളതുണ്ട്. മോഡേൺ മെഡിസിൻ അല്ലേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വെസ്റ്റേൺ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിൽ സംഭാവന നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് പഠിക്കും എന്നൊക്കെ പറയുന്നത് എന്ത് വെളിവുകേടാണോ പറയുന്നത്? ഒരു വാദം ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കുന്ന കുറേ ആളുകളുണ്ട്, ഇൻക്ലൂഡിങ് രാഹുൽ ഈശ്വർ. പക്ഷേ ഇതെന്തോന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ മുസ്ലിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലേ? മ്യൂസിക് വെച്ചിട്ട് തുള്ളിച്ചാടാൻ വേണ്ടിയിട്ടുള്ള ഈ പദപ്രയോഗങ്ങൾ തന്നെയാണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നത്. മുഹമ്മദ് അമീർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ഈ ഡാൻസ് കളിക്കുന്നത് ഇതൊക്കെ ഒരു മോഡസ്റ്റിയുടെ ഒരു പ്രശ്നമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ആ പാവം കുഞ്ഞുങ്ങളെ, അവരുടെ ആത്മാഭിമാനം ഇരിക്കുന്നത്, അവരുടെ കരുത്തിരിക്കുന്നത് അവരുടെ വസ്ത്രത്തിലാണെന്ന് പറഞ്ഞാൽ അവരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. നാളെ ആ വസ്ത്രത്തിന് എന്തെങ്കിലും പറ്റിയാൽ തീർന്നു അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഏതെങ്കിലും ഒരു സ്പേസിൽ ചെന്ന് തൊട്ടാൽ പിള്ളേർ തീർന്നു പോകും. ഒത്തിരി ചർച്ചകളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു തേർഡ് പേഴ്സണായി നിന്നുകൊണ്ടാണ് ഈ സൂംബയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരാൾ ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അവരൊരു സ്റ്റെപ്പ് ഇടുന്നു, മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും, ആ സ്റ്റെപ്പ് തന്നെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്നു. ഇവരിതിനെ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സിൽ അത്രയൊക്കെ കയറി നിൽപ്പുണ്ട്, അവർ ചെറിയ ഡ്രസ്സായിട്ടേക്കുന്നത്, ഈ പാടുന്ന ഡാൻസ് കളിക്കുന്ന ഒരു ചെറിയ ഡ്രസ്സായിട്ടേക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കൂടിക്കല്ലൊരു അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ തേർഡ് പേഴ്സൺ പരിപാടി വിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇറങ്ങി നിന്ന് ഡാൻസ് കളിച്ച് നോക്കണം. പാട്ടും ഡാൻസും ഒക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളായി കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രാകൃതമായ ഒരു ചിന്താഗതിയാണെന്ന് എനിക്കറിയില്ല. അതിനെ കുറച്ച് എങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത്തരമൊരു ഫിസിക്കലി നമ്മൾ പണിയെടുക്കുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായി അതിനകത്ത് ഇറങ്ങി നിൽക്കും. അതിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കിയിട്ട് ആ ചെറിയ ഡ്രസ്സ് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനുള്ള സമയമില്ല. അതൊരു വർക്കൗട്ടാണ്. എന്നാൽ അതേസമയം അതിൽ പാട്ടിൻ്റെ എലമെൻറ്റും ഡാൻസിൻ്റെ എലമെൻറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന സ്വയം ആനന്ദം കണ്ടെത്തുന്ന ഒരു വർക്കൗട്ടാണത്. സെക്ഷൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന ആളുകൾക്ക് സൂംബ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഡ്രസ്സ് കാണുമ്പോൾ ആഹാ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ അവിടുന്ന് മാറിയിട്ട് ഒരു വർക്കൗട്ട് എന്നുള്ള രീതിയിൽ വളരെ ലളിതമായി, ഇതിനങ്ങനെ വലിയ റോക്കറ്റ് സയൻസോ പരിപാടികളൊന്നും നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണ്ട, എടുത്താൽ പൊങ്ങാത്ത റൂൾസിൻ്റെ പരിപാടികൾ വേണ്ട, ഇത്ര പേർക്ക് മാത്രമേ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു ഗെയിമിൻ്റെ റൂൾ അതിനില്ല.
കുറച്ച് പേർ കളിക്കുന്നവരും ബാക്കിയുള്ളവർ കാണികളുമായി മാറിയിരിക്കുന്ന പരിപാടിയില്ല. ഇത് ആണുങ്ങൾക്കുള്ളതാണ്, ഇത് പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്ന പരിപാടിയില്ല. അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് വർക്കാവോ ഇല്ലയോ നോക്കണ്ടേ. ഇനി ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പുച്ഛം മാത്രം കൊടുത്തുകൊണ്ട് ഒഴിവാക്കി വിടേണ്ടുന്ന ഒരു കാര്യത്തിനെ മാധ്യമ ചർച്ചകളിലൂടെയൊക്കെ വലിയൊരു വിഷയമാക്കി മാറ്റിയെടുത്തത് കണ്ടിട്ടാണോ എന്നറിയില്ല, ഇത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ചില ഹിന്ദു സംഘടനകളും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ അല്ലത്. പക്ഷേ ഇല്ലാത്ത പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും മോശമായ രീതിയിൽ നോക്കി കണ്ടുകൊണ്ട് ചില ആളുകൾ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ്. ഇതിൽ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ബുദ്ധനും ജൈനനും ഒന്നുമില്ല. 10-12 വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ ഡാൻസ് കളിക്കുമ്പോൾ അതിനെ ലൈംഗികതയിലേക്ക് ചേർത്ത് കെട്ടിക്കൊണ്ട് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന, പാട്ടും ഡാൻസും പറ്റിയാൽ ഒരു അവസരം കിട്ടിയാൽ നിരോധിക്കാൻ കാത്തിരിക്കുന്നത് പോലെയുള്ള പരിപാടികളെ നമ്മൾ വിമർശിച്ചേ പറ്റൂ. നമ്മുടെ നാടും നമ്മുടെ കുട്ടികളും മുന്നോട്ടാണ് നടക്കേണ്ടത്. നൂറ്റാണ്ടുകൾ പിന്നോട്ട് നടക്കുന്ന ഒരു സമൂഹമായി അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളെ വെറുതെ കേട്ടോണ്ടിരിക്കാനോ കണ്ടുകൊണ്ടിരിക്കാനോ പറ്റില്ല. ഇനി ഈ ചർച്ചകളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യാതെ പോകുന്നു എന്ന് എനിക്ക് കടുത്ത ആശങ്ക രേഖപ്പെടുത്താനുള്ള ഒരു കാര്യം ഒരു കൊച്ചുകുട്ടിയുടെ മരണമാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു എന്നാണ് ആദ്യത്തെ വാർത്തകളിൽ ഉണ്ടായിരുന്നത്. വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മോഡേൺ മെഡിസിൻ്റെ യാതൊരു സൗകര്യങ്ങളും ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവിടെയും നമുക്ക് ഇസ്ലാം മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ വീട്ടിലെ പ്രസവത്തിനെ അത്രയധികം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ചികിത്സ ലഭിക്കാതെ മരിച്ചത്. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സംരക്ഷണയിലുള്ള ആളാണ്. അയാൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടു, അയാൾ മരിച്ചു എന്ന് പറയുന്നത്, ആ കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത് ഈ നാടിൻ്റെ നഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരു മനസ്സോടെ ഒരു ചിന്തയോടുകൂടി എതിർക്കേണ്ടതാണ് ഇത്തരം അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതികളും അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളും അതിൽ വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ മാറി ചിന്തിക്കേണ്ടതാണ്. ആ ചർച്ചയ്ക്ക് പകരം ഏതോ കാലത്ത് കുഴിച്ചു മൂടപ്പെടേണ്ട ചിന്തകളുമായി വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ ചാനൽ ചർച്ചകളിൽ ഇടം കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ദുഃഖമുണ്ട്. ആ കൊച്ചു കുഞ്ഞിന് നീതി ലഭിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ പരിഗണിക്കുക. ആൻഡ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ചർച്ചകളാവും.